നമസ്കാരം. ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് റിയാസ് സലീമിന്റെ സ്റ്റോറി കണ്ടത്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം റിയാസ് സലീം അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും. ഇത്ര ഒരു അടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചതിന് പക്ഷേ കൈവച്ചല്ല കഴിക്കുന്നത്. ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവര എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് അല്ലെങ്കിൽ മുഖമൊക്കെ കൊണ്ട് കഴുകിയിട്ടുള്ള വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്നതാണ് ഒരു കൊതി വരും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സീക്രട്ട് ഏജന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. റിയാസ് സലീമിനെ കുറിച്ചിട്ടുള്ള ഒരു 20 മിനിറ്റ് ഡിസ്കഷനാണ് അവർ 3 പേർക്കിടയിൽ നടന്നത്. ഏതായാലും റിയാസിനെ എയറിൽ കയറ്റി വിടണം, എയറിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ കയറണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേയധികം ഡിസ്കഷൻസ് സ്റ്റോറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. Imagine being so nostalgic for inequality. Pass me the popcorn for this backward casteist time travel show. കാസ്റ്റിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇന്നിക്വാലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. സംഗതി സംതിങ് റിലേറ്റഡ് ടു പഴഞ്ചോറാണ്. പഴഞ്ചോറിനെ കുറിച്ചിട്ട് കൃഷ്ണകുമാർ സംസാരിക്കുന്ന ഒരു പീസ് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് കാസ്റ്റിസ്റ്റ്, ഇന്നിക്വാലിറ്റി, ഇതൊക്കെ എന്തോന്നു ഇത് പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഇനിയിപ്പോൾ ഈഗോ ക്ലാഷ് ആണോ, ഇവർ തമ്മിൽ ഡയറക്റ്റ് വേറെ എന്തെങ്കിലും സീനുകൾ ഉണ്ടോ? കാരണം ഇവരുടെ ഫാമിലി മൊത്തം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും ഒക്കെ ഉള്ള വിഷയങ്ങളാണെന്ന് അറിയില്ലല്ലോ. റിയാസ് കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ കർദാഷിയാൻ ഫാമിലിയോട് ഉപമിച്ചു എന്നുള്ളതൊരു വലിയ പ്രശ്നമാവുകയും അത്തരത്തിലുള്ളൊരു ഡിസ്കഷനൊക്കെ അവർക്കിടയിൽ നടക്കുകയും ചെയ്തു. ഏതായാലും ആഫ്റ്റർ ഓൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായത് റിയാസിനാണ് കാര്യമായിട്ടുള്ള ഒരു ആഘാതം ആ ഒരു ഇഷ്യൂവിൽ ഏൽക്കേണ്ടി വന്നത്. ഇവിടെ കൃത്യമായി കണ്ടാൽ മനസ്സിലാക്കും. പയങ്കഞ്ചിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വന്ന സമയത്ത് പുള്ളിക്കാരന്റെ ചെറുപ്പകാലത്ത് ഒരു ഓർമ്മ പുള്ളിക്കാരൻ അത് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അതിന് ഈ രീതിയിലൊക്കെ വളച്ചൊടിക്കാന്ന് പറഞ്ഞു എന്തോന്നാണ് ഇതൊക്കെ. ഇവിടെ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കാസ്റ്റ് സിസ്റ്റം കണ്ടു വളർന്ന ഒരു മനുഷ്യനാണ്, പ്രിവിലേജ്ഡ് ഫാമിലിയിൽ ജനിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരന്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ ആ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഓക്കെ, അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവർ താഴ്ത്തി കെട്ടിയാണ് ഇവിടെ കൃഷ്ണകുമാർ സംസാരിച്ചത് എങ്കിൽ ഇവിടെ റിയാസ് സലീമിന്റെ വിമർശനത്തിന് ഒരു കാമ്പുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞത് അവർ കഴിക്കുന്നത് കണ്ട് കൊതി തോന്നി എന്നുള്ളതാണ് പറഞ്ഞത്. അവർ ഭക്ഷണം കഴിക്കുന്നത് ഞാനും അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ തന്നെ കൃഷ്ണകുമാർ അവിടെ എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. അതിനൊക്കെ ഈ രീതിയിൽ വളച്ചെടുത്തിട്ട് എന്താണ് റിയാസ് സലീം ഇതൊരുമാതിരി ഒരാളെ കഷ്ടപ്പെട്ട് വിമർശിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഇവർക്കിടയിലുള്ള ചുമ്മാ ഈ പിണക്ക വർത്താനമല്ല, ഇത് ജാതീയതയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഞാൻ ഒരു കാലത്ത് ജാതിക്കെതിരെയൊക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ശ്രമമൊക്കെ നടത്തി ഞാനെന്തോ വലിയ മിടുക്കനാണ് എന്നൊക്കെ ചിന്തിച്ച ഒരു സാഹചര്യത്തിലാണ് അംബേദ്കറിനെ വായിക്കാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയത്. എല്ലാവർക്കും അംബേദ്കറിനെ വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഓരോ ചിന്തകൾ വരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കോൺഫിഡൻസിനെ ബാധിച്ച ഒരു സംഗതിയാണ്. ഞാൻ അതിൽ പിന്നെ ഈ ജാതീയതയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ, ഇപ്പോൾ കാസ്റ്റ് റിസർവേഷൻ, അതേപോലെ ജാതീയതയുമായി ബന്ധപ്പെട്ട ഏത് ടോപ്പിക്ക് വന്നാലും ഞാൻ അതിൽ നിന്ന് പതുക്കെ ഇങ്ങനെ വിട്ടു നിൽക്കും. കാരണം എത്ര പറഞ്ഞാലും ഞാൻ പറഞ്ഞത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവാറുണ്ട്. ഒരു കുറ്റബോധം പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെയല്ല അത് പറയേണ്ടത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയുമായിട്ട് അധികം മുന്നോട്ടേക്ക് പോകാറില്ല. അതേസമയം ഈ ഒരു ഡിസ്കഷൻ കാണുന്ന സമയത്ത്, അതിൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് റിയാസിനോടുള്ളൊരു ഹെയ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോടുള്ള ഒരു അനുകൂല മനോഭാവമായിരിക്കാം. ആളുകളുടെ പ്രതികരണങ്ങൾ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ 2023 ഉണ്ട്. നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ആ ഒരു കാര്യങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതത്ര നൈസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല. വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആരോപിക്കുന്നത് പോലെ പറയാം, റിയാസ് സലീം ഭയങ്കര പൊളിറ്റിക്കലി സെൻസിറ്റീവ്. ഇതത്ര പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ട് ഉള്ള ഒരാൾക്ക് മാത്രം അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയൊന്നുമല്ല. ബേസ് ലെവലിൽ ഇവിടെ വളർന്ന, ഇവിടുത്തെ ചരിത്രം അറിയാവുന്ന, അത്യാവശ്യം ഒരു എമ്പതിയുള്ള ഏതൊരു വ്യക്തിക്കും ഫീൽ ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് റിയാസ് ആ ഒരു സ്റ്റോറിയിൽ പറഞ്ഞത്. പിന്നീടുള്ള 2 കാര്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഞാനത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, someone please invite this മഹാൻ and dig a hole and give him some കഞ്ഞി. എന്തിനാ കൊതിവിടുന്ന, കഴിക്കട്ടെ. A poor Savarna man fantasizing a Dalit life, untouchability and exclusion, pathetic and speechless. This dude should be deported to the moon, such as he seems to view his Kardashian family as Bharat now and showing support to Israel. Pathetic. അതിനെക്കുറിച്ചിട്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം കർദാഷ്യാൻ ഫാമിലി എന്ന് പറയുന്നത് ലോക പ്രശസ്ത ഒരു TV ഷോയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണ്. അതിനകത്ത് ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടതുണ്ടോ എന്നുള്ളത് അറിയില്ല. ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവാണ്. കൃഷ്ണകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഒഴിച്ച് ബാക്കിയുള്ള സിലി മാറ്റേഴ്സിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ എനിക്കൊന്നും പറയാനായിട്ടൊന്നുമില്ല. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പക്വതയില്ലാത്ത ചില പ്രതികരണങ്ങൾ ചില ആളുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ്. ഈ 3 ആൾക്കാരോടും എനിക്ക് എക്സ്ട്രാ വലിയ ബഹുമാനമോ കാര്യങ്ങളൊന്നുമില്ല. ഈ 3 ആൾക്കാരെയും ഒരേപോലെ തന്നെയാണ്
തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. റിയാസിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ടെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില അപ്രോച്ചുകൾ പല കാര്യങ്ങളിലും എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. ഒരു ഗെയിം ഷോയുടെ ഭാഗമായിട്ടൊക്കെ, അതും ഒരു ഗെയിം ഷോ എന്ന് പറയുന്നതും ഒരു പരിധിവരെ ഒരു പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില പെർഫോമൻസുകൾ കാഴ്ചവെക്കേണ്ട ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ എനിക്കത്ര നൈസായിട്ട് തോന്നിയില്ല. ഇനി കൃഷ്ണകുമാറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ BJP അനുഭാവമുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹികളാണല്ലോ. ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, ക്രിസ്ത്യൻ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, ഇപ്പോൾ സ്നേഹയാത്ര നടത്തുന്നു ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക്. അവർ ഭയങ്കര സർവ്വ മതസ്നേഹികളാണ്. എന്നാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം മതമാവുന്ന സമയത്ത് അത് വർഗീയതയാണ് എന്ന് തന്നെ പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു അടിസ്ഥാനമുള്ള കൂട്ടത്തിൽ നിന്ന് ഏത് തരം ജനസേവനത്തിലേക്ക് ഇറങ്ങിയാലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഒരു അടിസ്ഥാന തത്വത്തിനനുസരിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് തന്നെയായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അയാളോടും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ജാതി ചിന്തകൾ ഒട്ടും യോജിക്കാൻ പറ്റാത്ത സംഗതികളൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ സീക്രട്ട് ഏജന്റിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റാണ്, വെരി ഫാസ്റ്റ് കണ്ടന്റ് ക്രിയേറ്ററാണ്. ഏതൊരു കാര്യം വന്നാലും ഷട്ടപട റെസ്പോണ്ട് ചെയ്യും. ഫസ്റ്റ് വ്യൂ, റിയാസ് സലീമിൻ്റെ സ്റ്റോറിയുടെ ഫസ്റ്റ് വ്യൂ ചിലപ്പോൾ സീക്രട്ട് ഏജന്റ് ആയിരുന്നായിരിക്കാം. കാരണം അത്തരത്തിലുള്ള ഫാസ്റ്റായിട്ട് കണ്ടന്റ് ഡെലിവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചിന്തയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ തമ്മിൽ ചില വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം ഈ ഒരു ജാതീയതയെക്കുറിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. എന്നിട്ട് കൃഷ്ണകുമാറിന്റെ കാര്യത്തിലേക്ക് വരാം. ഏകദേശം 3000-ലധികം ആളുകൾ ലൈക്ക് ചെയ്ത 1000-ലധികം ഷെയറുകൾ കിട്ടിയ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ജീവിത അനുഭവമാണ്. ഇത്തിരി ലോങ് ആണ്, എന്നാലും വായിക്കാം. ഞാൻ നിന്നെ നേരെയാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഇനി മിനിയുടെ അടുത്തിരുന്നാൽ മതി. 4ാം ക്ലാസ്സിൽ വെച്ചാണ് എൻ്റെ പൊട്ടിപ്പൊരിശലിന് ഒരു അടക്കം വെക്കാൻ മാഷ് തീരുമാനിച്ചത്. ഞാൻ തകർന്നുപോയി. 4 തല്ല് കിട്ടിയാലും ക്ലാസ്സിന് പുറത്താക്കിയാലും പുഷ്പം പോലെ സഹിച്ചേനെ. പക്ഷെ മിനിയുടെ അടുത്തിരിക്കാനുള്ള ശിക്ഷ വിധിച്ചതോടെ ഞാൻ തളർന്നു. ഇനി ഞാനൊന്നും കാട്ടൂല, നല്ലോണം പഠിച്ചോണ്ട് മാഷോട് കെഞ്ചി. മാഷ് അയഞ്ഞില്ല. മറ്റു കുട്ടികൾ ശിക്ഷ കേട്ട് വാ പൊത്തി ചിരിച്ചു, കൂട്ടത്തിൽ മിനിയും. മിനി അക്കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നായിരുന്നു. പക്ഷെ അന്ന് ജാതിയെ പറ്റിയൊന്നും അറിയില്ല. ആ കുട്ടി കറുത്തിട്ടാണ്, വൃത്തിയില്ല, മറ്റു കുട്ടികളെ പോലെയല്ല എന്നൊക്കെയാണ് പ്രശ്നം. മിനിയുടെ ചെവി എപ്പോഴും പൊട്ടി ഒലിച്ചുകൊണ്ടാണ്, മൂക്കും പേൻ നെറ്റിയിൽ വന്ന് നിൽക്കും. ആകെ 2 കുപ്പായുണ്ട്, അതാണെങ്കിൽ തിരുമ്പുമില്ല. പുഴുപ്പല്ലത്തി തുറന്നു പിടിച്ച വായിൽ നിന്ന് എപ്പോഴും തുപ്പൽ ഊറിച്ചാടും. ആ ബെഞ്ചിൽ മിനിയെ കൂടാതിരുന്നിരുന്ന മറ്റ് 4 കുട്ടികളും അതേ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് ഇന്ന് ഓർക്കുമ്പോൾ മനസ്സിലാവുന്നു. പക്ഷേ മിനിയേക്കാൾ അല്പം കൂടെ വൃത്തിയുള്ളവർ ആണ് എന്ന് മാത്രം. മിനിയുടെ അടുത്തിരിക്കില്ലെന്ന് വാശി പിടിച്ച് കരഞ്ഞ എന്നെ മാഷ് ചെവിക്ക് പിടിച്ച് അവളുടെ അടുത്തിരുത്തി. വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോൾ നീ എന്നോട് ചോദിച്ചു വാങ്ങിയതാ ഇത് എന്നും പറഞ്ഞ് ഒരു തരം ചീഞ്ഞ മണം മിനി പുറപ്പെടുവിപ്പിച്ചു. എണ്ണ കിനിഞ്ഞിറങ്ങിയ നെറ്റിയിൽ മുട്ടൻ പേനുകൾ പുറലോകം കാണാൻ വന്നു നിന്നു. മിനി എന്നെ നോക്കി സാരില്ല എന്ന് പറയുന്ന പോലെ ചിരിച്ചു. ഞാൻ ചിരിച്ചില്ല. മാഷ് ബോർഡിൽ കുറയ്ക്കൽ കണക്ക് എഴുതി. 10 ജന്മം കഴിഞ്ഞാലും എനിക്കതിന്റെ ഉത്തരം തെറ്റാതെ കണ്ടുപിടിക്കാൻ കഴിയില്ല. മിനി ഒറ്റയടിക്ക് ചെയ്തു. എന്നിട്ട് എനിക്ക് ഉത്തരം കാണിച്ചു തന്നു. മിനിയെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ആ ഉത്തരം മിനിയുടെ സ്ലേറ്റിൽ നിന്ന് കോപ്പി അടിച്ച് മാഷുടെ അടുത്തേക്ക് പാഞ്ഞു. ക്ലാസ്സിൽ ശ്രദ്ധിച്ചപ്പോൾ കണക്ക് ശരിയായത് കണ്ടോ? മാഷ് ചോദിച്ചു. എന്നാൽ ഞാൻ ഇനി മാറിയിരിക്കട്ടെ? അതിനായിട്ടില്ല, നീയെ കുറച്ചും കൂടെ ശരിയാവാനുണ്ട്. പോയിരിക്കും അവളുടെ അടുത്ത് തന്നെ. മാഷ് എന്നെ ആട്ടിവിട്ടു. മിനിയുടെ അടുത്തിരിക്കാൻ വിധിക്കപ്പെട്ട എന്നെ എല്ലാവരും പരിഹസിച്ചു. മിനി അവളുടെ പുസ്തകം വയ്ക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ കൈയിട്ട് പുളിങ്കുരു ചുട്ടതും ചാമ്പക്കയും നീട്ടി. മിനിയുടെ കൈവെള്ളയിലെയും കൈനഖങ്ങളിലെയും അഴുക്കു നോക്കി വെറുപ്പോടെ വേണ്ടെന്ന് തലയാട്ടി നീങ്ങിയിരുന്നു. അവൾക്കും എനിക്കും ഇടയിൽ എന്റെ ടവൽ ചുരുട്ടി വെച്ച് നീ ഇതിനപ്പുറം വന്നാൽ പെൻസിൽ കൊണ്ട് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. എനിക്ക് കിട്ടിയ കൊടും ശിക്ഷ ഓർത്ത് ചങ്ക് തകർന്ന് ഇടയ്ക്കിടെ കരഞ്ഞു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ അമ്മമ്മ ചോദിച്ചു, എന്താ എന്റെ കണ്ണും മുഖറും ഇങ്ങനെ? പിന്നെ തല്ല് കിട്ടിയോ? ഞാൻ പ്രശ്നം പറഞ്ഞു. ഒപ്പം മിനിയുടെ അടുത്ത് നിന്ന് മാറ്റിയിരുത്താതെ ഞാൻ ഇനി സ്കൂളിൽ പോവില്ല എന്നും. വേണ്ട, പോവണ്ട, ആർക്കവിടെ ഈ സ്കൂളിൽ പോകണമെന്ന് നിർബന്ധം? നാളെ തൊട്ട് ഇവിടെ അടിച്ചു വാരിയും പാത്രം കഴുകുകയൊക്കെ ചെയ്തു. ഈക്ക് ഒരു സഹായവും. അമ്മമ്മ ദയാരഹിതയായി കൈയൊഴിഞ്ഞു. അമ്മയോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് മിനിയുടെ അടുത്ത് അധികം ഇരിക്കേണ്ടി വരില്ല. എനിക്ക് സന്തോഷമായി. അമ്മ അതിന്റെ കാരണവും പറഞ്ഞു തന്നു. കണക്കൊരു തേങ്ങയും അറിയാത്ത കുട്ടികളുടെ അടുത്ത് ആരിയ്ക്കാനാ? മിനി വൈകാതെ മാഷോട് ചോദിച്ച് നിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കും. അനക്കില്ലെങ്കിലും അതിനൊരു നാണം ഉണ്ടാവില്ലേ? കണക്കറിയാത്തോടെ അടുത്തിരിക്കാൻ. കണക്ക് എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു കണക്ക്. അമ്മയും കണക്കിന് കൂട്ടുപിടിച്ച് വഴി അടച്ചതോടെ എനിക്ക് മരിച്ചാൽ മതിയും തോന്നി. മണ്ണെണ്ണ കുടിച്ചിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചത് വിഴിഞ്ഞാൽ മതി, ഈ മരിച്ചോളും അനിയൻ സഹായത്തിന് വന്നു. രാവിലെ സ്കൂളിൽ പോവില്ല പറഞ്ഞ് കരഞ്ഞതും അമ്മ ചെമ്പരത്തിക്കൊമ്പ് ഒടിച്ചു. കരച്ചിലിന്റെ ട്യൂൺ ഒന്ന് മാറ്റി. ഇന്ന് പോവും, നാളെ പോവില്ല. സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരം അമ്മ 3 സാധനങ്ങൾ ബാഗിൽ വെച്ച് തന്നു. മിനിക്ക് കൊടുക്കാൻ ഒരു പേൻ ചീപ്പ്, ചന്ദ്രിക സോപ്പ്, ഒരു ടവൽ. അത് കണ്ടപ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയ അമ്മമ്മ ഇത്തിരി കോട്ടനും എടുത്തു തന്നു. ഇതാ കുട്ടിയുടെ ചെവിയിൽ വെക്കാൻ പറയുക. ഞാനത് കൊണ്ടുപോയി കൊടുത്തു. സോപ്പല്ല സ്വർണ്ണക്കട്ടിയാ കിട്ടിയത് എന്നതുപോലെ അവൾ തുള്ളിച്ചാടി. സോപ്പ് മണത്തിട്ടും മണത്തിട്ടും മതി വരുന്നില്ല. പിറ്റേന്ന് അവളുടെ നെറ്റിയിൽ സ്ഥിരം കാണാറുള്ള ഉണ്ട പെനുകൾ ഉണ്ടായിരുന്നില്ല.
ഈ തന്ന ചീപ്പ് കൊണ്ട് ചീകിയപ്പോൾ ഒരു പേരിക്കുള്ള പെന്നെ കിട്ടി. മിനി ചിരിച്ചു. മൂക്കൊലിച്ചപ്പോൾ പുറം കൈക്ക് പകരം ടവലുകൊണ്ട് മൂക്ക് തുടച്ചു. ചീഞ്ഞ മണത്തിന് പകരം അവളിൽ നിന്ന് ചന്ദ്രികാ സോപ്പിന്റെ മണം കിട്ടി. എന്നാലും എനിക്ക് അവളുടെ അടുത്ത് ഇരിക്കേണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് മര്യാദക്കാരിയായി അഭിനയിച്ചു തകർത്തു. ദിവസവും അത് പറഞ്ഞ് മാഷോട് സ്ഥലം മാറ്റത്തിന് കെഞ്ചി. മിനിയുടെ അടുത്തിരിക്കുന്നവൾ എന്ന് ചില കുട്ടികളുടെ പരിഹാസം സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഒടുക്കം ഒരു ദിവസം മാഷ് അയഞ്ഞു. എനിക്ക് മുന്നിലെ ബെഞ്ചിലേക്ക് മാറ്റം കിട്ടി. 4ാം ക്ലാസ് കഴിഞ്ഞതോടെ ഞങ്ങളെല്ലാവരും വെവ്വേറെ സ്കൂളുകളിലായി. ഒക്കെ മറന്നുപോയി. ഈ അടുത്ത ദിവസം ചെറിയ മോൾക്കൊരു പനിയും ഛർദിയും. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ദീപെ, അനക്കെന്നെ മനസ്സിലായില്ലേ? ചോദിച്ചുകൊണ്ട് വാ നിറയെ ചിരിയുമായി വന്ന നഴ്സിനെ എനിക്ക് മനസ്സിലായില്ല. മിനിയാടി, പണ്ട് 4ൽ ഒപ്പം പഠിച്ചിരുന്ന, തിരിച്ചറിയാത്തത് എൻ്റെ തെറ്റല്ല. അവൾക്ക് പഴയ മിനിയുടെ ഒരു ചായയുമില്ല. എൻ്റെ മോളെ അവളുടെ മോളായി അവളങ്ങ് ഏറ്റെടുത്തു. ഒക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്നേരം മിനി മോളോട് തമാശ പറഞ്ഞു. കുട്ടിക്കാലത്ത് എൻ്റെ അടുത്തിരിക്കാൻ മടിച്ച നിന്റെ അമ്മ ഒരു ടവലൊക്കെ അതിന് അതിരാ വെച്ചിരുന്നത്. എനിക്ക് അവളെ കണ്ടപ്പോൾ തൊട്ട് കുറ്റബോധത്തിന്റെ കരച്ചിൽ ഉള്ളിൽ ചുറ്റിത്തിരിയുന്നത് അങ്ങ് വിങ്ങിപ്പൊട്ടിപ്പോയി. കുട്ടികളാവുമ്പോൾ നമുക്കറിയില്ലല്ലോ മിനി, അങ്ങനെ ഒന്നും പറയാനും ചെയ്യാനും പാടില്ല എന്ന്. ഞാൻ ഏങ്ങി. ഈ എന്താ ഇവിടെ ഇങ്ങനെ ഒരു നോള എന്നും പറഞ്ഞ് അവള് ചിരിച്ചോണ്ട് അതൊക്കെ അന്നത്തെ ഓരോരോ രസങ്ങളല്ലേ എന്നവൾ ചോദിച്ചെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ എനിക്കൊട്ടും രസം തോന്നിയില്ല. ചിരിയോടെ തന്നെ അവൾ പറഞ്ഞു, അന്നൊക്കെ കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ ശിക്ഷ മിനിയുടെ അടുത്ത് ഇരുത്തും എന്ന ഭീഷണിയായിരുന്നല്ലേ. എൻ്റെ അമ്മയ്ക്ക് പ്രാന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തന്നെ വലിയ ക്ലാസ്സിലെത്തിയിട്ടാ. കള്ള് കുടിച്ച് കച്ചറ ഉണ്ടാക്കി നടക്കുന്ന അച്ഛയ്ക്ക് സ്കൂളിൽ പോണത് തന്നെ അറിയില്ല. സ്കൂളിൽ വൃത്തിയായി പോകണമെന്ന് ആര് പറഞ്ഞു തരാൻ? അതൊക്കെ ഒരു കാലം. സാരമില്ല, മതി പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. ചന്ദ്രികാ സോപ്പിന്റെ മണം മൂക്കിൽ വന്ന് തട്ടി. നീ ഇപ്പോഴും ചന്ദ്രികാ സോപ്പ് തന്നെയാ? ഞാൻ ആദ്യമായി ഒരു സോപ്പ് മേത്ത് തേച്ച് കുളിച്ചത് ആ ചന്ദ്രികാ സോപ്പ് ഉണ്ടാ. അതുവരെ 501 ബാറിന്റെ ഒരു ചെറിയ കഷ്ണം കൊണ്ടായിരുന്നു കുളി. ആ കഷ്ണം തന്നെ വല്ലപ്പോഴും ആ കിട്ടുക. ചന്ദ്രിക അങ്ങോട്ട് തേച്ചാലേ ഇപ്പോഴും കുളി ഒരു കുളിയാവൂ. വർത്താനത്തിനിടെ ചിരി മായാതെ തന്നെ അവൾ പറഞ്ഞു, അന്ന് കുട്ടിയാകുമ്പോൾ എൻ്റെ ജാതി അല്ലായിരുന്നു, എൻ്റെ വൃത്തിയായിരുന്നു നിങ്ങൾക്ക് പ്രശ്നം. ഇപ്പോൾ എനിക്ക് വൃത്തി ഉണ്ടെങ്കിലും ജാതി ഒരു പ്രശ്നം തന്നെയാണ്. ജാതി ഇല്ല എന്ന് പറയണതൊക്കെ വെറുതെ ആടി. ഇപ്പോഴും ഉച്ചയ്ക്ക് ചോറുണ്ണാൻ എൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ കറികൾ തിന്നാൻ മടിയുള്ള ചിലരൊക്കെ ഉണ്ട്. സന്തോഷം കാട്ടി എൻ്റെ നിന്ന് കറി വാങ്ങിയൊക്കെ ചെയ്യും. എന്നിട്ട് ഭക്ഷണ വേസ്റ്റിൻ്റെ ഒപ്പം പതുക്കെ അങ്ങോട്ട് തിന്നാതെ കളയും. അത് മനസ്സിലാവും. ഇപ്പം ഞാൻ അതുകൊണ്ട് കൊണ്ടുവരുന്ന കറിയൊന്നും ഓർക്ക് കൊടുക്കില്ല. നമ്മൾ നയിച്ചുണ്ടാക്കണ പൈസയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ ഓർക്ക് അങ്ങനെ കളയാൻ കൊടുക്കണ്ടെന്ന് വെച്ചു. കണ്ടപ്പോൾ തൊട്ട് പിരിയും വരെ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ അവൾക്ക് ചിരി തന്നെയായിരുന്നു. മിനിയുടെ അടുത്തിരിക്കുന്ന ശിക്ഷ വിധിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഒപ്പം അവളും ചിരിച്ചിരുന്ന അതേ ചിരി. അവളെ ഓർക്കുമ്പോഴെല്ലാം ഉള്ളിലൂറുന്ന കുറ്റബോധത്തെ എക്കാലവും മാളിക്കത്തിക്കും ഇനിയാ ചിരി. ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ദീപ മിനിയോട് കാണിച്ച ആ ഒരു വേർതിരിവിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന ചില ജാതി ചിന്തകളുടെയൊക്കെ ആ ഒരു ഭാരം ഇറക്കി വെച്ച് കുറ്റബോധത്തിൽ നിന്ന് ഇട്ട ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കുറിപ്പ് എന്നുള്ളതാണോ? അങ്ങനെ തോന്നുന്ന ആൾക്കാരാണ് ഒരു മജോറിറ്റി. അങ്ങനെ ഒരു കുറ്റബോധം ദീപയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മിനി ഇന്ന് അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായിട്ടുള്ള കുറിപ്പിലെ ഒരു കഥാപാത്രമായിട്ട് മാറില്ല. ദീപയ്ക്ക് മിനിയെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മിനിയെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരി മിനിയെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി. ഈ ഒരു കാലഘട്ടത്തിൽ മിനിയെ ഓർക്കുമ്പോൾ മിനി ഇപ്പോഴും ഒരു നഴ്സായിട്ട് അദ്ദേഹത്തിന്റെ ജോലി തുടരുന്ന ആ ഒരു സാഹചര്യത്തിൽ മിനിയെ കുറിച്ചിട്ട് പറയുമ്പോൾ മിനിയുടെ പൊട്ടിയൊലിച്ച ചെവിയും മൂക്കും ആ ഒരു മണത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളും അത് ചീഞ്ഞ മണമാണ് എന്നുള്ള രീതിയിലുള്ള വർണ്ണനകളും അതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊന്നും വേണ്ട. അതൊക്കെ ഇപ്പോഴും പറയാനായിട്ട് തോന്നുന്നത് ആ ഒരു ആർജവം ഉണ്ടാവുന്നത് തങ്ങളെന്തോ മികച്ചവരാണ്, തങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, ജാതിക്കെതിരെ സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നിന്നാണ്. ശരിക്കും ഇതുപോലുള്ള വർണ്ണനകൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ജാതി ചിന്തയെ മാറ്റുന്നില്ല. നിങ്ങൾ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അന്നും മികച്ചവരാണ്, ഇന്ന് വേറെ തരത്തിൽ മികച്ചവരായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു ടോൺ മാത്രമേ ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇതിനെക്കുറിച്ചിട്ട് അംബേദ്കർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കറുടെ അൺടച്ചബിലിറ്റി ഇറ്റ് സോൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടങ്ങി അങ്ങോട്ട് പിന്നീട് പോകുന്ന മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സോഴ്സിനെ കുറിച്ചിട്ട് യാതൊരുവിധ ചിന്തയില്ല. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് മിനി പാർശ്വവൽക്കരിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മിനിയുടെ അമ്മയ്ക്ക് ഭ്രാന്തായിട്ടും മിനി അറിയാതിരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് മിനി നന്നായിട്ട് കണക്ക് ചെയ്തിട്ടും അത് ക്ലാസ്സിൽ എല്ലാവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ദീപയ്ക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്? മിനിയുടെ അടുത്ത് നിന്ന് കോപ്പി അടിച്ചിട്ടുള്ള കണക്കുമായിട്ട് അധ്യാപകന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അധ്യാപകൻ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു അവസരം കിട്ടിയത്? എന്തുകൊണ്ടാണ് മിനി ആ ഒരു കണക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് അധ്യാപകൻ വിചാരിച്ചതും ദീപ ആ ഒരു കണക്ക് ചെയ്തിട്ടുണ്ടാവും, ദീപ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായത്? അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അധ്യാപകൻ എന്തുകൊണ്ട് മിനിയെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറ്റിയിരുത്തിയിരിക്കുന്നു? അല്ലെങ്കിൽ ആ മിനിയുടെ കൂടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെന്ന് ദീപയ്ക്ക് മനസ്സിലായിട്ടുള്ള ആളുകളെ മാറ്റിയിരുത്തിയിരിക്കുന്നു? അതേപോലെ ദീപ ഒരു സോപ്പിൽ തീർത്ത മിനിയുടെ ആ ഒരു ലൈഫ് അധ്യാപകൻ എന്തുകൊണ്ട് ഒരു വാക്കിൽ തീർക്കാൻ പറ്റിയില്ല? ഇതേ വർണ്ണന തന്നെയാണ് കൃഷ്ണകുമാറിന്റെ കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് പഴങ്കഞ്ഞിയെക്കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, പഴങ്കഞ്ഞിയുടെ രുചിയെക്കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം കഴിച്ച എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി. കുഴികുത്തി വിളമ്പിയ കാര്യത്തെക്കുറിച്ചിട്ട് പറയേണ്ടതില്ല. കുഴികുത്തി വിളമ്പി അതിൽ നിന്ന് അദ്ദേഹം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറയുന്നതിനകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ട്. അന്ന് അദ്ദേഹത്തിന് കൊതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ അന്ന് അദ്ദേഹത്തിന് കുഴികുത്തി ആ ഒരു കഞ്ഞി ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പറമ്പുണ്ട്, മുറ്റത്ത് നല്ല പുൽത്തകടി ഉണ്ടായിരിക്കാം. അവിടെ അദ്ദേഹം കുഴികുത്തി ഫാമിലി ആയിട്ടിരുന്ന് ഈ കഞ്ഞി കുടിക്കാറുമില്ല.
പാടില്ല, കുഴി കുത്തി കഞ്ഞി ഇവർ കുടിക്കത്തില്ല. ഇത് കണ്ട കൊതി മാത്രമേ ഉള്ളൂ, അവരുടെ കൂടെ പോയി കുഴിയിൽ നിന്ന് വാരി കഴിച്ച കൊതിയില്ല. കണ്ട കൊതി, ഒരു ബന്ധമില്ലാത്ത കണ്ട കൊതി. അവർ വിശപ്പ് കൊണ്ടായിരിക്കാം കഴിച്ചത്, അതിന്റെ രുചി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കണ്ട കൊതി, അന്ന് താൻ കഴിക്കാത്ത വേറൊരു പാത്രത്തിൽ ആ ഒരു സാഹചര്യത്തിൽ അല്ലാതെ കഴിച്ച ആ ഒരു കഞ്ഞിയുമായിട്ട് കമ്പയർ ചെയ്ത് ഇന്നിവിടെ പറയണമെന്നുണ്ടെങ്കിൽ അതാണ് ഇതിനകത്തെ നമ്മുടെ ആ ഒരു ജാതി ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇതൊരു കൃഷ്ണകുമാറിന്റെ വീട്ടിൽ മാത്രമുള്ള സംഗതിയല്ല. ഇത് ഈ നാട്ടിൽ ഇന്ത്യ എല്ലാവരും വീട്ടിലുള്ള ഒരു സംഗതിയായിരുന്നു. അതൊക്കെ മാറി വന്നു, കാലം മാറി വന്നു. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തി കൂടി എന്ന് പറയുന്നത് എന്താ, അയാളുടെ വീട്ടിൽ അയാൾ കണ്ട ഒരു സാധനത്തിന് പഴഞ്ചോറിനെ കുറിച്ചാണ് പറയുന്നത്. അയാൾ റിയാസ് പറഞ്ഞ പോലെ അത് അത്രയും ഡീപ്പായിട്ട് ആ ഫുഡിനെ കുറിച്ച്, ആ ഒരു പർട്ടിക്കുലർ ഫുഡിനെ കുറിച്ചാണ് അതിന്റെ നൊസ്റ്റാൾജിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ റിയാസ് ഇരുന്ന് ചിന്തിച്ച പോലെ അതല്ല, അത് പറയുന്നത് അയാൾ എന്താ പറയുന്നത്, അധ്വാനിച്ച് വന്ന് അവരൊക്കെ തുടച്ച് കഴിക്കുന്നു. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തൊഴിലാളി സ്നേഹം എന്ന് പറഞ്ഞൂടെ അതിനെ കുറിച്ച്? ഇല്ല, അപ്പൊ പ്രോഗ്രസീവ് ആണല്ലോ. റിയാസ് വെരി പ്രോ പ്രോഗ്രസീവ് ഗൈസ്. ഹോട്ടലിലൊക്കെ ഈ പഴം തന്നെ വെക്കുന്നതിനുള്ള കുഴപ്പമുണ്ടാവും ഇനി? അല്ല, അത് തെറ്റല്ലേ? അങ്ങനെ പഴങ്കഞ്ഞി ഹോട്ടലിൽ വെക്കാൻ പാടില്ല. റിയാസിന്റെ തിങ്കിങ് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഈ കാസ്റ്റ് ഇൻഇക്വാലിറ്റിനെ കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു മുതലാളിയുടെ ഹോട്ടലിൽ മാത്രം കാണുന്ന സാധനമായിരിക്കും. മാത്രമല്ല അത് പാവപ്പെട്ടവരെ പ്രദർശിപ്പിക്കാൻ കൂടെ നിൽക്കുന്ന പോലെ ശരിക്കും. അതെ, മൺചട്ടിയിലും കൂടി പ്രദർശനമാണ്. അതിനോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. കൃഷ്ണകുമാർ ഇത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജനനം വിക്കിപീഡിയ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ 1970 അദ്ദേഹത്തിന് ഓർമ്മ വെക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 75 അല്ലെങ്കിൽ 80 ആണെന്നുണ്ടെങ്കിലും സ്വാതന്ത്ര്യം കിട്ടി എത്രയോ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പറമ്പിൽ ആളുകൾക്ക് കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. അതിനിടയ്ക്ക് കൃഷ്ണകുമാറിനെ താങ്ങുന്ന കുറേയധികം ആളുകളുണ്ട്. അത് മറ്റേ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞ സമയത്ത് കൈയടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അന്നത്തെ കാലത്ത് മൺചട്ടികളായിരുന്നു, അതെല്ലാം കൂടെ പറമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. 1980 കാലഘട്ടങ്ങളിൽ എല്ലാവരും മൺചട്ടിക്കകത്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ മൺചട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം പറമ്പിൽ പണിയുന്ന ആളുകൾക്ക് കഞ്ഞി കൊടുക്കാൻ പാത്രം വാങ്ങാൻ പറ്റുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു ഈ കൃഷ്ണകുമാറും അതേപോലെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ കുടുംബക്കാരും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. അതിനകത്ത് നിഷേധിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കഞ്ഞിപ്പാത്രത്തിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലും കുഴി കുത്തി കഞ്ഞി കൊടുത്ത ആ ഒരു കാര്യം പറയാനായിട്ടുള്ള ആ ഒരു കുറ്റബോധമില്ലായ്മയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞാണ് അയ്യങ്കാളിയൊക്കെ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ റിഫോർമേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചു. പിന്നീട് അംബേദ്കർ 1950 കാലഘട്ടങ്ങളിലൊക്കെ വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ വലിയ വിമോചന സമരങ്ങൾ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 80 കാലഘട്ടങ്ങളിൽ കുഴി കുത്തി കഞ്ഞി കൊടുത്ത കഥയാണ് പറയുന്നത്. ഇതിങ്ങനെ പോത്തൊന്നുമില്ല, ഇതിങ്ങനെ എല്ലാ കാലത്തും മുന്നോട്ടേക്ക് പോകും. സാമ്പത്തികമായിട്ടുള്ള റിസർവേഷനാണ് വേണ്ടതെന്നൊക്കെ ആൾക്കാർ പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ വളരെ കുഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇതിനകത്തോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകത്തില്ല, എന്നോട് ഇനി ചോദിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെയൊക്കെ ബാല്യകാലത്തിൽ വളരെ ദാരിദ്ര്യമാണ് വീട്ടിൽ, വളരെ ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിലും നമ്മളെന്തോ മികച്ചവരാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ, അപ്പൻ അല്ലെങ്കിൽ വല്യമ്മ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇട്ട് തന്നിരുന്നു. കാരണം എന്താണ്, ഞങ്ങളുടെ നാട്ടിൽ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഞാനിവിടെ കൊടും പട്ടിണിയാണ് എന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ ഞങ്ങൾ മികച്ചവരാണെന്നും അവർ ജാതിയിൽ താഴ്ന്നതാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ വീട്ടിലുള്ള ആളുകൾ, എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സംഭരണം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർക്ക് സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് സമ്പത്തില്ല. എന്നാലും ഞങ്ങൾ മികച്ചവരാണ്, ഞങ്ങൾ അവരുടെ മുകളിലാണ് എന്നുള്ളൊരു ചിന്ത പട്ടിണി കിടക്കുന്ന സമയത്തും എനിക്കുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ജാതി ചിന്ത എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ജാതിയെക്കുറിച്ചിട്ട് ഘോരം പ്രസംഗിക്കാനായിട്ട് പോവാത്തത്. കാരണം അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങ് വലിയ പ്രശ്നമാവും. ഇപ്പോൾ പറഞ്ഞ റിയാസിനെ അങ്ങോട്ട് ഏറി കയറ്റി ആകാശത്തേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഭയങ്കര വിജയശ്രീലാളിതരായിട്ട് കുറേയധികം ആൾക്കാർ ഇരിപ്പുണ്ട്. പരിതാപകരമാണ്, ഭയങ്കര പരിതാപകരം. അത് പറഞ്ഞ റിയാസിന്റെ ഇൻസെക്യൂരിറ്റി അദ്ദേഹം പിന്നീട് പറഞ്ഞ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇതിനകത്ത് ഇത്ര വലിയൊരു കാര്യം കിടക്കുകയാണ്, വലിയൊരു പോയിന്റ് കിടക്കുകയാണ്. അത് വിട്ട് കഞ്ഞിയുടെ മാഹാത്മ്യം കൃഷ്ണകുമാർ പറഞ്ഞ സമയത്ത് വായിൽ വെള്ളം ഊറിയ കഥ, മൺചട്ടികൾ പറമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രാചീന ശിലായുഗത്തിലായിരുന്നല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെ തരം ന്യായീകരണങ്ങളാണ് ഈ കമന്റ് ഇട്ട ന്യായീകരിച്ചിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും പണ്ട് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്നോ കുഴി കുത്തി ഒഴിച്ചു കൊടുത്ത കഞ്ഞി കുടിച്ചിട്ട് അതിന്റെ രുചിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് രുചി തോന്നില്ല. ഇതിൽ കൂടുതലൊന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാല്യുബിൾ ആണ്, നിങ്ങൾ പറയുക. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഒട്ടും പക്വതയില്ലാത്തൊരു വ്യക്തിയാണ്. പലപ്പോഴും നിങ്ങളിൽ പല ആളുകളുടെ കമന്റ് ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ കാണുന്ന സമയത്ത് ഞാൻ ഒത്തിരി ഇൻട്രസ്റ്റോടെ ഇത് വായിക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തരുന്നത്
പല വശങ്ങളിൽ നിന്ന് ഇതിൻ്റെ പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നത് സബ്സ്ക്രൈബറായിട്ടുള്ള അരുൺ, യദു എന്നീ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരെക്കുറിച്ചിട്ട് പറയാതെ പോകാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയുന്ന സമയത്ത് എത്രത്തോളം പക്വതയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ്. നന്ദി.